ഹായ് ഹലോ, ഇന്നത്തെ വീഡിയോ 8ാം ക്ലാസ്സിലെ കേരള പാഠാവലി മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ 8ാം ക്ലാസ്സിലെ കേരള പാഠാവലി എക്സാമൊക്കെ ആയി അല്ലേ. എല്ലാവരും എല്ലാ പാഠഭാഗങ്ങളും കണ്ടിട്ടൊക്കെ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരും അല്ലേ, അതൊക്കെ വായിക്കണം. പിന്നെ മലയാളമാണ്, എഴുതാൻ തീരെ സമയം കിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് ആൻസർ കണ്ടെത്താൻ ശ്രമിക്കണം, അക്ഷരത്തെറ്റില്ലാതെ എഴുതണം കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1 മുതൽ 5 വരെ ചോദ്യങ്ങൾക്ക് 4 എണ്ണത്തിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 3 മക്കളുടെ ഭാരം താങ്ങാൻ കഴിയാത്തത് കൊണ്ടാണ് മൂത്തവനെ ഹോസ്റ്റലിൽ ചേർക്കാൻ തീരുമാനിച്ചത്. ഭാരം താങ്ങാൻ കഴിയാത്തത് കൊണ്ടാണ് എന്ന പ്രയോഗഭംഗി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ചുമക്കാൻ കഴിയാത്തത് കൊണ്ട്, കഷ്ടപ്പെടാൻ തയ്യാറാകാത്തത് കൊണ്ട്, ചെലവ് വഹിക്കാൻ കഴിയാത്തത് കൊണ്ട്, ബാധ്യത ഏറ്റെടുക്കാൻ മടിയുള്ളത് കൊണ്ട്. എന്താണ്? ചെലവ് വഹിക്കാൻ കഴിയാത്തത് കൊണ്ട് എന്നാവും ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, കൂട്ടത്തിൽ പെടാത്തത് ഏത്? വണ്ടി ഇല്ല, വണ്ടിയില്ല, വഴി ഉണ്ട്, വഴിയുണ്ട്, വെള്ളം ഇല്ല, വെള്ളമില്ല, പൊതിയഴിച്ച്, പൊതിയഴിച്ച്. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ആൻസർ? വെള്ളം ഇല്ല അല്ലേ, വെള്ളമില്ല. ബാക്കിയൊക്കെ യായാണ് വന്നിട്ടുള്ളത് അല്ലേ, യായാണ് വന്നിട്ടുള്ളത്. ഒന്ന് മാത്രമാണ് ഡിഫറെൻ്റ്. അപ്പോൾ അതാണ് കൂട്ടത്തിൽ പെടാത്തത്. തുലാവർഷം കഴിഞ്ഞു, വൃശ്ചികക്കാറ്റടങ്ങി, മഞ്ഞു വീണു, പൂക്കളും ആണ്ടറുതികളും മഞ്ഞു വീണു എന്ന് ഇവിടെ ലേഖകൻ സൂചിപ്പിക്കുന്ന മാസം ഏത്? മീനം, കർക്കടകം, മേടം, ധനു. ഏതാണ് മാസം? ധനു ആണ് ആൻസർ. നാലാമത്തത്, സാദരം വേദശാസ്ത്രങ്ങൾ അഭ്യസിച്ചതും. വേദശാസ്ത്രങ്ങൾ എന്ന പദം വിഗ്രഹിക്കുമ്പോൾ വേദമാകുന്ന ശാസ്ത്രം, വേദവും ശാസ്ത്രവും, വേദത്തിലെ ശാസ്ത്രം, വേദത്തെ പോലുള്ള ശാസ്ത്രം. ഏതാണ് വരിക? വേദവും ശാസ്ത്രവും എന്നാണ് വേദശാസ്ത്രങ്ങൾ എന്ന് പറയുന്നത് വിഗ്രഹിക്കുമ്പോൾ. കാർമുകിലിന് ഗദ്യത്തിൽ ഒരു അർച്ചനാഗീതം എന്ന പാഠഭാഗത്തിൽ മേഘവുമായി ബന്ധപ്പെടാത്ത കൽപ്പന ഏത്? രഥം, തൂണ്, വസ്ത്രം, വൃക്ഷം. ഏതാണ്? വൃക്ഷമാണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അതിൽ 12 ഇടങ്ങഴിയുടെ ചോറും വഴിയാത്രക്കാരനു തട്ടാം. എത്ര ശക്തിയിലാണ് അവൻ പന്തു തട്ടുന്നത്? തട്ടുന്നത് എന്ന പദത്തിന് 2 വാക്യത്തിലും വരുന്ന അർത്ഥവ്യത്യാസം എന്താണ്? 12 ഇടങ്ങഴി ചോറും വഴിയാത്രക്കാരനും തട്ട് എന്നുള്ള ഒരേ വാക്കാണ് അല്ലേ, വ്യത്യസ്ത അർത്ഥമാണ്. അവിടെ ഭക്ഷണം കഴിക്കുക എന്നാണ് ആദ്യത്തെ അർത്ഥം വരുന്നത്. മറ്റേത് പന്ത് കാലുകൊണ്ട് തട്ടുന്നത്. അങ്ങനെ 2 വ്യത്യസ്ത രീതിയിലുള്ള അർത്ഥം വരുന്ന ഒരേ വാക്കുകളാണ്. മോഹമേറെ വളർത്തുമുഷപ്പോളം തകർത്തതും ഊഹിച്ചിടുന്നു നാമെല്ലാം ഒരുമിച്ചതും. മുകളിൽ നൽകിയ ഈരടികളുടെ സമാനതകളത്തിലുള്ള വരികൾ കണ്ടെത്തി എഴുതുക. ഏതാണ്? 3 വരികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ചേർന്ന വരി ഏതാണ്? ഈരടികളുടെ സമാന താളത്തിലുള്ള വരികൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ മുന്നത്തെ ആൻസർ ഞാൻ ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ വാക്യത്തിൽ തട്ടുന്നത് എന്ന പദത്തിന് ഭക്ഷിക്കുക എന്നും, രണ്ടാമത്തത് കാലുകൊണ്ട് തട്ടുക എന്നും ആണ് എന്നുള്ളത്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. ഭൂമിയുടെ കാതിൽ മഹാസങ്കടങ്ങൾ അറിയിക്കുന്ന പാദങ്ങൾ വിണ്ടുപൊട്ടിയിട്ടുണ്ട് അമ്മമ്മ. ഈ വാക്യം സന്ദർഭത്തിന് നൽകുന്ന അർത്ഥ സാന്നിധ്യങ്ങൾ കണ്ടെത്തി എഴുതുക. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട 3 പേരക്കുട്ടികളെ നല്ല രീതിയിൽ വളർത്തി വിദ്യാഭ്യാസം ചെയ്യിക്കേണ്ട ചുമതലയാണ് അമ്മമ്മയ്ക്കുള്ളത്. അതിനായി അവർ കഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് കമ്മലുകളോ വില കൂടിയ സാരിയോ മറ്റും ധരിക്കാൻ കഴിയുന്നില്ല, ചെരുപ്പും ധരിക്കാറില്ല, പാദങ്ങൾ വിണ്ടുപൊട്ടിയിരിക്കുന്നു. ഇതെല്ലാം അവരുടെ ജീവിത ക്ലേശങ്ങളെയാണ് വ്യക്തമാക്കുന്നത്. ആകാശത്തിലെ മഹാവിസ്തൃതിയിൽ കാർമുകിൽ ഏകാന്തത അനുഭവിക്കുന്നതായി എനിക്ക് തോന്നാറുണ്ട്. ഇങ്ങനെ പറയുന്നത് കൊണ്ട് ലേഖകൻ ഉദ്ദേശിക്കുന്നത് എന്ത്? വിശാലമായ ആകാശത്തിലെ മഹാവിസ്തൃതിയിൽ കാർമുകിൽ ഏകാന്തത അനുഭവിക്കുന്നതായാണ് ലേഖകന് തോന്നുന്നത്. അവിടെ അതിന് നിശ്ചിതമായ രൂപമില്ല, പെട്ടെന്ന് കാണപ്പെടുകയും ക്ഷണത്തിൽ തിരോഭവിക്കുകയും ചെയ്യുന്നു. സർവശക്തന്റെ തൂണായും ഇരുണ്ട തേരായും ജീവജാലകങ്ങളിലൂടെ രക്ഷാകവചമായും പ്രത്യക്ഷപ്പെടുന്ന കാർമുകിലിന്റെ ക്ഷണിതമായി ആണ് ഇത് സൂചിപ്പിക്കുന്നത്. കോർത്തു കൈകൾ പിടിച്ചതും പിന്നെ പേടി തീരുവണ്ണം മാർത്താണ്ഡനുമതിച്ചതും മറന്നില്ലലി. ഈ വരികൾ നമുക്ക് നൽകുന്ന തിരിച്ചറിവുകൾ എന്തെല്ലാം? ശ്രീകൃഷ്ണനും കുചേലനും സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ വേദശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്ന കാലത്താണ് ഗുരുപത്നിയുടെ നിർദ്ദേശമനുസരിച്ച് കാട്ടിൽ വിറകൊടിക്കാൻ പോയത്. അപ്രതീക്ഷിതമായുണ്ടാക്കിയ കൊടുങ്കാറ്റിലും മഴയിലും നിന്ന് രക്ഷ നേടാൻ അവർ കൈകൾ കോർത്തുപിടിച്ച് രാത്രിയിൽ ഗുഹയ്ക്കുള്ളിൽ ഭയന്നിരുന്നു.
ഏതപകടത്തിലും ഒരേ മനസ്സോടെ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ പ്രതിബന്ധങ്ങളെല്ലാം അതിജീവിച്ച് ജീവിത വിജയം നേടാൻ കഴിയും. ഇത് നാം തിരിച്ചറിയേണ്ടതാണ്. എങ്ങനെയാണ് ഈ മാതിരി യാത്ര കൊണ്ട് നല്ല ലോകപരിചയവും സമ്പാദിക്കുക? വഴിയാത്ര. ഇ.വി. കൃഷ്ണപിള്ള. ഇന്ത്യയുടെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റത്തോളം പാഴ്സൽ പോലെ പോയി വരുന്നവരുണ്ട്, പ്രത്യേകിച്ച് ഇക്കാലത്ത്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇറങ്ങിയാൽ കയറുന്നതുവരെ കണ്ണുമിഴിച്ച് നോക്കാനും കാണുന്നതൊക്കെ കരൾക്കുളിർമയോടെ ഗ്രഹിക്കാനും കൗതുകമുള്ള യാത്രക്കാരെ മാത്രം. വിന്ധ്യ ഹിമാലയങ്ങൾക്കിടയിൽ. ജോസഫ് മുണ്ടശ്ശേരി. യാത്ര ഒരു അനുഭവവും അനുഭൂതിയും ആകണമെങ്കിൽ അത് എങ്ങനെയായിരിക്കണമെന്നാണ് ഈ പരാമർശങ്ങളിൽ നിന്നും വ്യക്തമാക്കുന്നത്. കുറിപ്പ് തയ്യാറാക്കുക. പണ്ടുകാലത്തെ യാത്രകൾ ലോകപരിചയിക്കുന്നതിൽ ഏറെ സഹായകമായിരുന്നു. വ്യത്യസ്ത ദേശങ്ങളിലെ അപരിചിതരായ ആളുകൾ ഒന്നിച്ചു കൂടി വള്ളത്തിലായിരുന്നു യാത്ര. ആ യാത്രകൾ അവസാനിക്കുമ്പോഴേക്കും അവരെല്ലാം ഒരു കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ ആയിരിക്കും. ആ രീതി ഇന്ന് പാടെ മാറിയിരിക്കുന്നു. ബസ്സിലോ തീവണ്ടിയിലോ കയറി ആളുകൾ സമ്പർക്കമില്ലാതെ ഓരോന്നും ചിന്തിച്ച് ലക്ഷ്യസ്ഥാനത്തെത്തുന്നു. ഹോട്ടലിൽ കയറി പണം കൊടുത്ത് ഭക്ഷണം വാങ്ങിക്കഴിക്കുന്നു. ഇതിനിടയ്ക്ക് ആർക്കും ആരോടും സംസാരിക്കാനോ പരിചയപ്പെടാനോ സമയമില്ല. അങ്ങനെ ഓരോ വ്യക്തിയും തങ്ങളിലേക്ക് ചുരുങ്ങിയതോടെ ഇത്തരം യാത്രകൾ കൊണ്ട് പ്രയോജനമില്ലാതായിരിക്കുന്നു എന്നാണ് ഇ.വി. കൃഷ്ണപിള്ളയുടെ അഭിപ്രായം. ഈ രീതിയിലുള്ള യാത്രകൾ പ്രയോജനരഹിതമാണെന്ന് തന്നെയാണ് ജോസഫ് മുണ്ടശ്ശേരിയും പറയുന്നത്. അതേസമയം യാത്രകൾ പ്രയോജനപ്രദവും ഗുണകരവുമാകണമെങ്കിൽ ആളുകൾ പരസ്പരം അറിയാനും അടുക്കാനും അനുഭവങ്ങൾ പരസ്പരം പങ്കുവെക്കാനുമുള്ള അവസരങ്ങൾ ആയിരിക്കണമെന്നാണ് രണ്ടു ലേഖകരും പറയുന്നത്. അടുക്കള മാത്രം ഭൂലോകമാക്കി കഴിയുന്ന അന്നത്തെ ഗൃഹനായികമാർ മിക്ക ദിവസങ്ങളിലും ഒഴിഞ്ഞ വയറുകളോടുകൂടിയാണ് ഉറക്കത്തിലേക്ക് ചായുന്നത്. വഴിയാത്ര. കുളിച്ചു കുറിയിട്ട് പുരികുഴലിൽ പൂക്കൾ തിരുകി ദേവദർശനം കഴിച്ചെത്തുന്ന കേരളീയ വനിതകൾ ഈ നാടിൻ്റെ സാക്ഷാൽ ഗ്രാമലക്ഷ്മിമാരാണ്. പൂക്കളും ആണ്ടറുതികളും. രണ്ടു നിരീക്ഷണങ്ങളിലെയും സ്ത്രീജീവിതം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. രണ്ടു നിരീക്ഷണങ്ങളിലെയും സ്ത്രീജീവിതം വ്യത്യസ്തമാണ്. യാതൊരു ലോകപരിചയവുമില്ലാതെ പട്ടിണിയും അവഹേളനവും സഹിച്ച് ജീവിക്കുന്ന സ്ത്രീകളെയാണ് ആദ്യത്തെ നിരീക്ഷണത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ സ്ത്രീകൾ നയിക്കുന്നത് തികച്ചും ദയനീയമായ ഒരു ജീവിതമാണ്. എന്നാൽ രണ്ടാമത്തെ നിരീക്ഷണത്തിലെ സ്ത്രീജീവിതം തികച്ചും വ്യത്യസ്തമാണ്. സ്ത്രീകളെ ഗ്രാമലക്ഷ്മിമാരായ ഇവിടെ കാണിക്കുന്നത്. സ്ത്രീകളെ ദേവിമാരായി കണ്ട് ആദരിക്കുന്ന ഭാരതീയ പാരമ്പര്യമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നമുക്കതേയുള്ളൂ ഗുരുകടാക്ഷം കൂടാതെ ജന്മസാഫല്യം വരുമോ ജനിച്ചെല്ലാവർക്കും. രാമപുരത്തു വാര്യർ. ആചാര്യനിയോഗത്തെ പാലിക്കും ജനങ്ങൾക്കു നാശങ്ങളൊന്നും അനുഭവിക്കില്ലയോ എഴുത്തച്ഛൻ. രണ്ട് കവിതാശകളുമായി തെളിയുന്ന ഗുരുസങ്കല്പം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ നിന്നാണല്ലോ ശ്രീകൃഷ്ണനും കുചേലനും വേദശാസ്ത്രങ്ങൾ അഭിനയിച്ചത്. ഏറെ കാലത്തിനു ശേഷം അവർ കണ്ടുമുട്ടിയപ്പോൾ കുട്ടിക്കാലത്തെ വിദ്യാലയങ്ങൾ അനുഭവങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ ഗുരുപത്നിയുടെ നിർദ്ദേശമനുസരിച്ച് വിറകൊടിക്കാൻ കാട്ടിൽ പോയതും കൊടുങ്കാറ്റും മഴയും കാരണം ഭയന്നു വിറച്ച് അവർ കൈകൾ കോർത്ത് ഒരു ഗുഹയുടെ ഉള്ളിൽ രാത്രിയിൽ കഴിഞ്ഞതും ഓർക്കുന്നു. പ്രഭാതത്തിൽ അവരെ അന്വേഷിച്ചെത്തിയ ഗുരുവിൻ്റെ അരികിൽ ചെന്നും നമസ്കരിച്ചതും അദ്ദേഹം അവരെ അനുഗ്രഹിച്ചതുമെല്ലാം ശ്രീകൃഷ്ണൻ ഓർമ്മപ്പെടുത്തി. ഗുരുവിൻ്റെ അനുഗ്രഹമില്ലാതെ ആർക്കും ജന്മസാഫല്യം ഉണ്ടാവുകയില്ലെന്നും പറയുന്നു. അതായത് അജ്ഞാനമാകുന്ന അന്ധകാരത്തെ അകറ്റി അറിവാകുന്ന പ്രകാശം പകരുന്ന ആളാണ് ഗുരു. ആ ആചാര്യനെ ദേവതുല്യം കരുതുകയും വിനയം കൊണ്ട് പ്രസാദിപ്പിക്കുകയും വേണം. എങ്കിൽ മാത്രമേ ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകൂ. ഗുരുവിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിലേ ശിഷ്യർക്കു ജന്മസാഫല്യം അഭിവൃദ്ധിയും ഉണ്ടാവുകയുള്ളൂ എന്ന ജനങ്ങളുടെ പുരോഗതി ലക്ഷ്യമാക്കുന്ന ആചാര്യന്മാരുടെ വാക്കുകൾ നാം ശ്രദ്ധിക്കേണ്ടതാണ്. അതിനനുസരിച്ച് മുന്നേറുന്ന ജനങ്ങൾക്ക് ഏതു തരത്തിലുള്ള നാശവും ഉണ്ടാവുകയില്ലെന്നാണ് ഭാഷാപിതാവായ എഴുത്തച്ഛൻ പറയുന്നത്. നടുമുറ്റത്തൊരു മുല്ലത്തറയില്ലാത്ത വീടുണ്ടായിരുന്നില്ല. മുറ്റത്ത് ഒരറ്റത്ത് തുളസിത്തട, കുളക്കരയിൽ പുഞ്ചിരിച്ച് നിൽക്കുന്ന വെള്ളയിലച്ചെടി, തൊടി നിറയെ മുക്കുറ്റി, മൂക്കിടാവുന്ന മുഖയിലും തഴച്ചു നിൽക്കുന്ന മന്ദാരം, ചെമ്പരത്തി, കോളാമ്പി, വഴിവക്കത്തു കറുകനാമ്പ്, തുമ്പക്കുടം, വേലിക്കടിയിലൂടെ നിശബ്ദമായി പാളി നോക്കുന്ന ശംഖുപുഷ്പം, കുന്നിൻ നിറകയിൽ കൂത്താടുന്ന കാട്ടുപൂക്കൾ. ഇങ്ങനെ ശബളമായ ഒരു പൂപ്പാലികയാണ് കേരളം. പൂക്കളും ആണ്ടർതികളും. ആടിമുകിൽ മാല കൂടി നീരു തിരയുന്നു, ആതിരകൾ കുളിരു തിരയുന്നു,
ആവണികളൊരു കുഞ്ഞു പൂവ് തിരയുന്നു, ആറുകളൊഴുക്കു തിരയുന്നു, ഭൂമിക്ക് ഒരു ചരമഗീതം. ONV. കേരളീയ പ്രകൃതിയെ ആവിഷ്കരിച്ചിരിക്കുന്ന രചനാഭാഗങ്ങളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. രണ്ട് സന്ദർഭങ്ങളും പരിഗണിച്ച് കേരളീയ പ്രകൃതിക്ക് വന്ന മാറ്റം വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക. അപ്പം നമുക്ക് എങ്ങനെ കുറിപ്പ് തയ്യാറാക്കാൻ നോക്കാം. പണ്ടുകാലത്ത് കേരളം ചെടികളും പൂക്കളും കൊണ്ട് ഏറെ സമ്പന്നമായിരുന്നു. എല്ലാ വീട്ടുമുറ്റത്തും മുല്ലത്തറയുണ്ടായിരുന്നു. മുക്കുറ്റി, മന്ദാരം, ചെമ്പരത്തി തുടങ്ങിയവ കൊണ്ട് ഒരു പൂ പോലെ മനോഹരമായിരുന്നു പ്രകൃതി. ഇതെല്ലാം ഇന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. കാടും വയലും ജലാശയങ്ങളുമൊക്കെ ഇല്ലാതായിത്തീരുന്നു. വീട്ടുമുറ്റങ്ങളെല്ലാം കോൺക്രീറ്റ് തറകളായി മാറിയതോടെ പല ചെടികൾക്കും വംശനാശം വന്നുകൊണ്ടിരിക്കുന്നു. അപൂർവം ചില ചെടികൾ ചട്ടികളിൽ വളരുന്നു. ഓണം, വിഷു തുടങ്ങിയ ആഘോഷങ്ങൾക്ക് മറുനാടുകളിൽ നിന്ന് കൊണ്ടുവരുന്ന പൂക്കൾ വില കൊടുത്തു വാങ്ങേണ്ടി വരുന്ന അവസ്ഥയാണ് ഇന്നുള്ളത്. ഇങ്ങനെ നമ്മുടെ നാടിന് ഐശ്വര്യം വിളംബരം ചെയ്തിരുന്ന പൂക്കൾ നിറഞ്ഞ പ്രകൃതി ഭംഗി നശിച്ചു കൊണ്ടിരിക്കുന്നു. കരച്ചിൽ വടുകെട്ടിയ മുഖം, തേവി തേവി വറ്റിപ്പോയ കിണർ, ഭൂമിയുടെ കാതിൽ മഹാസങ്കടങ്ങൾ അറിയിക്കുന്ന പാദങ്ങൾ, സൂചനകളും മറ്റും പാഠസന്ദർഭങ്ങളും പ്രയോജനപ്പെടുത്തി അമ്മമ്മ എന്ന കഥാപാത്രത്തെക്കുറിച്ച് നിരൂപണം തയ്യാറാക്കുക. ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകൾ ഒരു നിയോഗം പോലെ ഏറ്റെടുക്കുകയാണ് P. സുരേന്ദ്രൻ്റെ അമ്മമ്മ എന്ന ഓർമ്മക്കുറിപ്പിലെ അമ്മമ്മ. സ്വന്തം ജീവിതം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പറക്കമുറ്റാത്തതും അമ്മ നഷ്ടപ്പെട്ടതുമായ 3 കുഞ്ഞുങ്ങളെ പോറ്റി വളർത്തുകയാണവർ. അമ്മമ്മയുടെ ദുഃഖപൂർണമായ ജീവിതത്തിൽ കനൽ ചീന്തുന്ന വഴിയെന്താണ് ലേഖകൻ പറയുന്നത്. പേരക്കുട്ടികളായ മക്കളെ ഇരുട്ടിലേക്ക് തള്ളി അവരുടെ കരച്ചിലുകൾക്ക് കാതുകൊടുക്കാതെ അച്ഛൻ എങ്ങോട്ടോ ഓടിപ്പോയി. പെരുകുന്ന സങ്കടങ്ങളുടെ പശ്ചാത്തലത്തിൽ കുടുംബബന്ധങ്ങളുടെ കണ്ണിൽ അറ്റുപോകാതിരിക്കാൻ ഒറ്റയ്ക്ക് കഷ്ടപ്പാടുകൾ സഹിക്കുന്ന അമ്മമ്മ. തൻ്റെ ഒരേ ഒരു മകളുടെ മരണത്തെക്കുറിച്ച് ഓർത്തപ്പോൾ അമ്മമ്മയ്ക്ക് സങ്കടം സഹിക്കുന്നില്ല. ആ മരണം സാധാരണ മരണമോ ദുർമരണമോ ആയിരുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ അമ്മമ്മയ്ക്കുണ്ടായ സങ്കടം ഏവരുടെയും കണ്ണ് നനയിക്കുന്നു. അമ്മമ്മയുടെ സ്നേഹം നുകർന്ന് മതിയായിട്ടില്ലാത്ത കുട്ടികളെ പോറ്റി വളർത്താൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് 3 പേരെയും ഹോസ്റ്റലിൽ ചേർത്തത്. അമ്മമ്മയുടെ പെരുകുന്ന സങ്കടങ്ങളാണ് തേവി തേവി വറ്റിയ കിണറുകളോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. കൊച്ചുമക്കൾക്കു വേണ്ടി തളരാതെ ജീവിക്കണം എന്ന മനോഭാവത്തെയാണ് എങ്കിലും പൊടിയുന്നുണ്ട് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.